പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം 47 വാക്യം മുതൽ. അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും ആലോചനാസംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനങ്ങളെയും നശിപ്പിക്കും. അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയഫാസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. കർത്താവ് വളരെയധികം അത്ഭുതങ്ങളൊക്കെ നടത്തി. ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ പുരോഹിത പ്രമുഖർക്ക് അസൂയയും ഭയവും ഒരേ സമയം അവരെ പിടികൂടുകയാണ്. അസൂയ എന്ന് പറയുമ്പോൾ ക്രിസ്തു ഒത്തിരി അധികം അത്ഭുതങ്ങൾ അനുകമ്പയോടെ സ്നേഹത്തോടെ മനുഷ്യർക്ക് ചെയ്തുകൊണ്ട് അന്ധനെ സുഖപ്പെടുത്തുന്നു, ബധിരന് കേൾവി കൊടുക്കുന്നു, തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു, മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്നു, പാപങ്ങൾ മോചിക്കുന്നു. ഇതിനെല്ലാത്തിലുമുപരി ക്രിസ്തു ജനങ്ങളെ പഠിപ്പിക്കുന്നു. പ്രഭാഷണങ്ങളിലൂടെ എങ്ങനെ നന്നായി ജീവിക്കണമെന്ന്, അന്ധവിശ്വാസങ്ങളെയൊക്കെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളും ഒന്നുമല്ല നമ്മൾ പാലിക്കേണ്ടത്. ഹൃദയശുദ്ധിയാണ് ഏറ്റവും മുഖ്യം. സ്നേഹമാണ് ഏറ്റവും മുഖ്യം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, അതാണ് ഏറ്റവും മുഖ്യമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നത്തെ കഠിനമായ നിയമങ്ങളെയൊക്കെ ഒരു രീതിയിൽ അവഹേളിക്കുകയോ അതിനൊരു പ്രതിബന്ധമല്ല, അതിനെന്താണ് കറക്റ്റ് വാക്ക്, അതിനൊരു റിസ്ക് അല്ലെങ്കിൽ അതിനെയൊക്കെ അസാധുവാക്കുന്ന ഒരു പുതിയ രീതിയുമായി, സ്നേഹത്തിൻ്റെ ഭാഷയുമായി അവൻ കടന്നു വരികയാണ്. അപ്പോൾ ഇവരുടെ അധികാരം നഷ്ടപ്പെടുന്ന ഭീതി, ജനം മുഴുവൻ നമ്മളെയൊക്കെ വിട്ട് ഇവൻ്റെ പുറകെ പോയാൽ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മൾ ഒറ്റപ്പെടുകയില്ലേ? അപ്പം അസൂയയും ഭയവും എല്ലാം കലർന്ന ഒരു ജാതി വിറളി പിടിക്കൽ. അപ്പോൾ മുതൽ അവർ അവനെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം, എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ കൊല്ലാം എന്നുള്ള ചിന്താഗതിയിലേക്ക് വരികയാണ്. ഇത് അന്ന് മുതൽ, ക്രിസ്തുവിൻ്റെ കാലഘട്ടം മുതൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പോഴും ഇത് തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആരൊക്കെ യഥാർത്ഥമായി പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാൻ തുനിയുന്നുണ്ടോ അവർക്കെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. ആരെല്ലാം അധികാര കസേരകൾക്ക്, അധികാരികൾക്ക് വെല്ലുവിളിയാകുന്നുണ്ടോ, എങ്ങനെയൊക്കെ അവനെ മെരുക്കിയെടുക്കാം എന്നുള്ള ചിന്ത മനുഷ്യരെ ഇന്ന് കാലത്തും നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അത് വിഴിഞ്ഞത്തിലായാലും മുനമ്പത്തിലായാലും പാവപ്പെട്ടവൻ്റെ കൂടെ
അടിച്ചമർത്തപ്പെട്ടവൻ്റെ, ദുരിതം അനുഭവിക്കുന്നവൻ്റെ കൂടെ ആരൊക്കെ നിന്നിട്ടുണ്ടോ അവർക്കൊക്കെ പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് അവസാനം സംഭവിച്ചതെല്ലാം നമുക്കറിയാം. അവർ ക്രിസ്തുവിനെ കുരിശിലേറ്റുന്നു. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല. അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അവനൊരു വലിയൊരു ജനതയെ ക്രിസ്തീയ മതത്തിൽ, ക്രിസ്തീയതയിൽ, ക്രിസ്തു മാർഗത്തിൽ ആകൃഷ്ടരായി അവൻ്റെ പ്രബോധനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തു മക്കളായി കൂടുതൽ കൂടുതൽ പേർ ജീവിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, നിന്റെ ശരീരത്തെ നശിപ്പിക്കാൻ കേൾപ്പുള്ളവരെ നീ ഭയപ്പെടരുത്, അതേസമയം നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ, നിന്റെ ആത്മാവിനെ ഹനിക്കാൻ ആർക്ക് കഴിവുണ്ടോ, അല്ലെങ്കിൽ ശരീരത്തിനെയും ആത്മാവിനെയും ഒരുപോലെ ഹനിക്കാൻ ആർക്ക് ശക്തിയുണ്ടോ അവന് നീ ഭയപ്പെടുക. ശരീരം എന്നിവേ അത് ടെമ്പററി ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവിലേക്ക് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ നന്മ ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോഴും വ്യതിചലിക്കാതെ ധീരമായി, ധൈര്യമായി ക്രിസ്തുവിൻ്റെ പാതകളെ പിന്തുടരുവാനുള്ള ഒരു കൃപയ്ക്കായി, ശക്തിക്കായി, ധീരതയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരമുള്ള ധീരമായ പ്രവൃത്തികൾക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് മദർ തെരേസ. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ! ഇവർ മതപരിവർത്തനത്തിന് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ വിദേശിയല്ലേ, എന്തോരം പ്രതിബന്ധങ്ങളാണ് മദർ തെരേസയ്ക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവർ അതിൽ നിന്നെങ്ങാനും വ്യതിചലിച്ചുവോ? അവർ പരാജയപ്പെട്ടുവോ? ഇല്ല. അവർ ഈ സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവരുടെ മരണസമയത്തൊക്കെയാണ് ഒരു തുണയായി നിന്ന് കുറച്ചും കൂടി ഒരു സമാധാനത്തിൽ മരിക്കുവാനൊക്കെയുള്ള ഒരവസരം തെരുവിൻ്റെ സന്തതികൾക്ക് മദർ തെരേസ ഒരുക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ അവരുടെ വിശ്വാസത്തിൻ്റെ അനുസരിച്ച് നടത്തി കൊടുക്കാനുള്ള ഏർപ്പാടുകളും ചെയ്യുന്നു. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അത് മതം നോക്കിയല്ല, രാഷ്ട്രീയം നോക്കിയല്ല, ശത്രുക്കളെ പോലും സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ചവൻ ഇതൊന്നും നോക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് സ്നേഹത്തോടെ, നിസ്വാർത്ഥ സ്നേഹത്തോടെ, ധീരമായി ഈ സമൂഹത്തിൻ്റെ, നമ്മുടെ സൊസൈറ്റിയിൽ യാതന അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ ധീരതയോടെ നമുക്ക് ഇറങ്ങിത്തിരിക്കാം. അപ്രകാരം ക്രിസ്തുവിൻ്റെ പരിശുദ്ധാരൂപിയാൽ നമുക്ക് നിറയാം. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ വചനം പാലിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെയാണ് എനിക്കിഷ്ടം എന്ന് കർത്താവ് പ്രത്യേകം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഈ ഒരു ധൈര്യത്തിലേക്ക്, ഈ ഒരു ബോൾഡായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ശക്തിക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.